ഇപ്പോൾ നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങണം, അപ്പോൾ നമ്മൾ ആമസോൺ നോക്കും, വാൾമാർട്ട് നോക്കും, കോസ്കോ നോക്കും, അങ്ങനെ പല പല സ്ഥലത്ത് പോയി നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് പറ്റിയതാണെന്നൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫണ്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. 4 ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അതിൽ പോയി എങ്ങനെ നമുക്ക് ETFs ഒക്കെ സെലക്ട് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഞാൻ ബേസിക്കലി ഇതെങ്ങനെയാണ് എന്നുള്ളതും ഏതൊക്കെ കമ്പനികളാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ വാൻഗാർഡിനകത്ത് വന്നു, കണ്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓവർവ്യൂ പൊതുവേ അതിൻ്റെ ഫീസ് എത്രയാണ്, MER എത്രയാണ്. അപ്പോൾ ഏറ്റവും ഫീസ് കുറവും അതിൻ്റെ ഒപ്പം തന്നെ പെർഫോമൻസ് നല്ലതായിട്ടുള്ളത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഈ ഫണ്ട്സ് നല്ല ഫണ്ടാണ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ വാൻഗാർഡ് നല്ലൊരു ഓപ്ഷനാണ്, നമുക്ക് ഫണ്ട്സ് എക്സ്പ്ലോർ ചെയ്യാനും ഫണ്ടിൻ്റെ ഇൻഫോർമേഷൻ നോക്കാനും. അപ്പോൾ ഫണ്ട്സിൻ്റെ ഇൻഫോർമേഷൻസ് നോക്കേണ്ടത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ആണ് ബ്ലാക്ക് റോക്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ETF സെലക്ട് ചെയ്യുക 5 years. അപ്പോൾ ഇതിനകത്ത് കണ്ട ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇത് ബേസിൽ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാൻ പറ്റും. MER നല്ല കുറവാണ് ഈ ഫണ്ടിനൊക്കെ. ഇനി നമുക്ക് കാനഡയിൽ നമുക്ക് ഫണ്ട്സ് നോക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫിഡിലിറ്റി. ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, എത്തേറിയം ഉണ്ട്. ടിക്കർ നമ്മൾ നോക്കി വെക്കണം. ടിക്കറാണ് നമ്മൾക്ക് സെർച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം. ഇതാണ് നമുക്ക് പെട്ടെന്ന് അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുക. ഈ US മൊമെൻറ്റം ETF അതാണെങ്കിൽ FCMO. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കറിൽ പോയിട്ട് FCMO എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാൻ പറ്റിയ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മാനേജ്മെൻറ്റ് കമ്പനിയാണ്, ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ഒരു വാൾമാർട്ടായിട്ടോ ഒരു കോസ്കോ ആയിട്ടൊക്കെ നിങ്ങൾ കാണുക, ടിക്കർ നമ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് സോർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമുണ്ടായിരിക്കും. ഇതിങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഷോപ്പ് അറൗണ്ട് ചെയ്യുക. ഷോപ്പ് അറൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പം പിന്നെ അതിൽ ഓരോ ടേംസ് ഒക്കെ ഉണ്ടായിരിക്കുക. ഓരോ ടേംസിൻ്റെ മാക്സിമം ഈ പറയുന്ന ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ നോക്കിയിട്ടുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനത് അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ കണ്ടുപിടിച്ച ഫണ്ട്സിൽ നിന്ന് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ബ്രോക്കറേജിൽ നമ്മൾക്ക് അവൈലബിൾ ആണെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം.